ഇന്ന വീഡിയോയിലെ യാഥാർത്ഥ്യ കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് സഞ്ചരിക്കാം. പറഞ്ഞതെല്ലാം സത്യമായിട്ടും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ ആർട്ടിഫിഷ്യലായിട്ടൊന്നും പറയാറില്ല. എല്ലാം ഒറിജിനലാണ്, എല്ലാം ഓർഗാനിക്കാണ്. കണ്ടോ, ഉള്ളിപ്പാത്രത്തിൽ 2-3 ഉള്ളി മുളച്ച് വന്നപ്പം ഞാൻ അതാത് സമയത്ത് ഒരു പാത്രത്തിൽ നട്ടു. ഒരെണ്ണം കണ്ടോ ഇത്രയും വലുതായി. അടുത്തത് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അഴുകി തുടങ്ങിയ ഉള്ളി പിന്നെ ഉപയോഗിക്കരുത്, അത് വെറുതെ വേസ്റ്റാണ്. പക്ഷേ അതെന്തിനാണെന്നറിയാവോ? ഒന്ന് ചീഞ്ഞാലല്ലേ പുതിയൊരു ചെടി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ അഴുകാൻ തുടങ്ങുന്നത് അതൊരു പുതിയ ജന്മത്തിന് വേണ്ടിയാണ്. അതിനെ തന്നെ സ്വയം അഴുക്കി ഇല്ലാതാക്കുകയാണ്. ഉരുകി ഇല്ലാതായിട്ടാണ് ഒരു കുഞ്ഞ് ഉള്ളി ജനിച്ചു വന്നു. ഇത് നമുക്ക് സ്പ്രിംഗ് ഒണിയൻ്റെ ആവശ്യത്തിന് വേറെ എങ്ങും കടയിൽ പോകണ്ട. ഇതുപോലെ നമ്മുടെ ഉള്ളിപ്പാത്രത്തിലുള്ളവരെ ഒന്ന് പിടിച്ച് ജീവിക്കാൻ അനുവദിച്ചാൽ മതി. അതുപോലെ നമ്മുടെ ബീട്രൂട്ട് ഉണ്ടോ, ബീട്രൂട്ട് ഇല വന്നു തുടങ്ങി. 2 ബീട്രൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അത് 2ഉം പിടിച്ചു. ഇതിന് ഇല വന്നു, ഇത് രണ്ടാമത് വെച്ചതാണ്. പിന്നെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ്, ഇല വന്നു തുടങ്ങി. കാണാലോ, ഇത്രയും വലിയ ഇലയായി. ഇനി ഇതെല്ലാം അതാത് ഫീൽഡിലോട്ട് വേണം എന്ന് പറഞ്ഞാൽ ഹാർഡൻ ചെയ്യണം. ഇപ്പോൾ അവരത് നഴ്സറിയിൽ പോലെ പരിപാലിക്കപ്പെട്ടേക്കുവാണ്. പിന്നെ ഒരു നല്ല ചുമന്ന പേരയ്ക്ക കിട്ടി. അപ്പം ഞാൻ അതിൻ്റെ സീഡ് ഇവിടെ പാകി നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ ഇതുപോലെ ചെയ്താൽ നമ്മുടെ വീട്ടിൽ തന്നെ ഓർഗാനിക്കായിട്ട് എല്ലാ കാര്യവും, കടയെ ആശ്രയിക്കേണ്ട കാര്യമേ ഇല്ല. നമുക്ക് ഈ ഷോപ്പൊക്കെ അങ്ങ് പൂട്ടിക്കാം. പിന്നെയും ഉണ്ട്. പിന്നെ ഞാൻ ചീരയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ പാകി നിർത്തിയിരിക്കുന്നത് കാണിച്ചു തരാം. ഈ 2 ചെറിയ പാത്രത്തിനകത്ത്, ട്രേക്കകത്ത് കയ്യിൽ കിട്ടിയ ചീര വിത്തും തക്കാളി വിത്തും ഉണ്ടോ, അത് പാകി അവരെല്ലാം ഇത്രയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ഹാർഡൻ ചെയ്യാൻ മാത്രം വലുപ്പമായി. ഇനി ഇവരെ പറിച്ച് പച്ചക്കറി തോട്ടത്തിലേക്ക് അയക്കാം. ഇത് കണ്ടോ, ഇത് തക്കാളിക്ക, ഇതെല്ലാം ചീര. ഇത് ചുമന്ന ചീര, പച്ചച്ചീര, അതിൻ്റെ കൂടെ തക്കാളി. അവരെല്ലാം ഒന്നിച്ചങ്ങനെ ആഘോഷമായിട്ട് നിൽക്കുക. ഉടനെ തന്നെ പച്ചക്കറി നടുന്ന സ്ഥലത്തേക്ക് പിരിച്ച് നടണം. പച്ചക്കറി മാത്രമല്ല, വേറെ ഒരു വലിയ അത്ഭുതകരമായ സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതെന്താണെന്നറിയാവോ? ഇപ്പോൾ വൈകുന്നേരം ആയപ്പം വെറുതെ ഫാമിൻ്റെ ചുറ്റും ഫ്രൂട്ട് ട്രീസിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നടന്നപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇച്ചിരി ലേറ്റായെങ്കിൽ ഇത് അണ്ണാനോ വാവലോ കൊണ്ടുപോയേനെ. ഇത് കണ്ടോ, ഇത് പഴുത്ത് കഴിഞ്ഞു. ഇതെങ്ങനെയാണ് പഴുത്തെന്നറിയുന്നത്, അറിയാവോ? ഇതിൻ്റെ ഈ മുള്ളുകൾ കണ്ടോ, ഇതുപോലെ അകലമാണെങ്കിൽ അത് വിളഞ്ഞു. വിളവ് കുറവുള്ളത് എങ്ങനെയാണെന്നറിയാമോ? ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം. ഈ മുള്ളുകൾ അടുത്തിരിക്കുന്ന കണ്ടോ, മുള്ളുകൾ അടുത്തിരിക്കുന്ന ഈ ഭാഗം കണ്ടാൽ വിളഞ്ഞു കുറവാന്ന് തോന്നുന്നു. അതൊരു കൂന് പിടിച്ചത് കൊണ്ടാണ്, ഒരു കൂനനാണത്. ശരിക്കും വിളഞ്ഞതേ, ഇതൊക്കെ നല്ല വിളവായി. വാവല് തന്നാതെ കിട്ടിയത് തന്നെ ഭാഗ്യം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫ്രൂട്ട് എന്താണെന്ന് അറിയാവോ? ഇതിൻ്റെ ഉപയോഗം എന്താണെന്നറിയാവോ? അപ്പോൾ അറിയാവുന്നവരൊക്കെ ഈ ഫ്രൂട്ടിൻ്റെ പേരും അതിൻ്റെ ഉപയോഗങ്ങൾ, ഇതൊരു ഔഷധ ഗുണമുള്ള ഫ്രൂട്ടാണ്, അതൊന്ന് കമൻറ്റ് ചെയ്യണേ.